ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലെ ഇന്ന് എഴുന്നേറ്റപ്പോൾ വിചാരിച്ചു കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാൻ മമ്മിക്ക് വേണ്ടിയിട്ടെന്ന്. അപ്പോൾ ഫ്രണ്ടിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു നല്ല സ്പോട്ട് പറഞ്ഞു തന്നു. അങ്ങോട്ടത്തേക്കാണ് യാത്ര. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം. കുഴിപ്പളം ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത് കേട്ടോ. ഫൈനലി ഞങ്ങൾ കുഴിപ്പളം ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തി. ചേച്ചി അവിടെ നിന്ന് തൂത്തോണ്ടിരിക്കുക. രാവിലെ തന്നെ ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ തന്നെ അവർ ഞങ്ങളിങ്ങനെ നോക്കുക, കുറച്ച് കൂടുതൽ നേരത്തെ ആയിപ്പോയോ എന്നൊരു സംശയം. ഫ്രണ്ട് പറഞ്ഞത് വെച്ചിട്ട് അവിടെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വെയിലിന് മുമ്പ് തന്നെ കുറേയൊക്കെ കാണാനൊക്കെ പറ്റുമല്ലോ, അതുകൊണ്ട് എത്ര നേരത്തെ വരാമെന്ന് വിചാരിച്ചിറങ്ങിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ക്യാൻറ്റീനുണ്ട്. അവിടുന്ന് നമുക്ക് എന്തെങ്കിലും കുറച്ച് കോഫിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ കാണാനായിട്ടൊക്കെ പോയി. ഭയങ്കര രസമായിട്ടോ കാണാൻ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും വലിയൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആയിരിക്കുമെന്ന്. അതും നമ്മുടെ ട്രിവാൻഡ്രത്ത്. വാട്ടർ ലില്ലി അഥവാ ആമ്പൽപ്പൂ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആയതുകൊണ്ട് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ആ ഒരു സെക്ഷനിലേക്കാണ് പോയത്. ഇത് നോക്കി, ഇവിടെ ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ലാത്തൊരു വാട്ടർ ലില്ലിയാണ് ഇത്. മെക്സിക്കൻ വാട്ടർ ലില്ലി എന്നാണ് പറയുന്നത്. ഭയങ്കര ഒരുപാട് അടുക്ക് ഇതിലുള്ള മഞ്ഞ കളറിലുള്ള എന്താ പറയുക ആമ്പൽപ്പൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കാണാൻ. അപ്പോൾ അതിന് ആ ഒരു ഒറ്റ പ്ലാന്റ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിൻ്റെ തൈ ഒന്നും വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞ്. അതുകൊണ്ട് ചെറിയൊരു വിഷമമൊക്കെ തോന്നി. പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് കരുതി. പിന്നെ അവിടെ മുകളിലേക്കൊക്കെ കുറേ പ്ലാന്റ്സും നഴ്സറീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയി കാണാമെന്ന് കരുതി. ബോൺസൈസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഭയങ്കര രസമാണ്. അതിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബാമ്പുവിൻ്റെ ഒരു വേരിയൻ്റ് തന്നെയാണ് ഒരു പ്ലാന്റ് ഞാൻ കണ്ടു. പക്ഷേ ഇതിൻ്റെ തൈ അവൈലബിൾ അല്ല. അവിടെ ആ മദർ പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അതിലും എനിക്ക് ചെറിയൊരു വിഷമം വന്നു. പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ പോട്ട്സിൻ്റെയൊക്കെ കളക്ഷൻസ് ഉള്ള ഒരു സെക്ഷനാണ് ഞാൻ വന്നത്. ഭയങ്കര വിലക്കുറവാണ്. പോട്ട്സും പ്ലാന്റ്സും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ ഒരുപാട് വിലക്കുറവിൽ നല്ല കളക്ഷൻസ് കിട്ടും. പുതിയതായിട്ട് വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഇവിടെ വന്നാൽ ഭയങ്കര ബോത്താണ്. അത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസും ഉണ്ട്. ഇത് കണ്ടോ, പോട്ട്സൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുള്ള പോട്ട്സുകളാണ്. പിന്നെ അവിടെ തന്നെ പെയിൻറ്റിങ്സും കുറേ സംഭവങ്ങൾ അവൈലബിൾ ആണ്. നമുക്ക് ഗാർഡനിൽ വെക്കാൻ, വീട്ടിനകത്ത് വെക്കാനുള്ള ചെറിയ പോട്ടുകൾ, അങ്ങനെയൊക്കെ ഉള്ള കുറേ അവൈലബിൾ ആണ്. എനിക്കിവിടെ വന്നിട്ട് ഏതെടുക്കണം ഏത് വാങ്ങിക്കണം എന്നൊക്കെ കൺഫ്യൂഷനായിപ്പോയി. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ. അപ്പം പിന്നെ ഞങ്ങൾ ഈ ബോൺസായിയുടെയൊക്കെ സെക്ഷനിലേക്ക് കാണാൻ പോകുന്നത്. അവിടെ റോസ് ഗാർഡനും ബോൺസായിയുടെയും പിന്നെ അല്ലാതുള്ള ആർട്ട് വർക്ക്സും സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള അവിടെ ടിക്കറ്റ് എടുത്ത് ജസ്റ്റ് 20 റുപ്പീസേ ഉള്ളൂ. ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഫസ്റ്റ് തന്നെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ബോൺസായി പ്ലാന്റാണിത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. ഞാൻ ഒത്തിരി സമയം അതിൻ്റെ അടുത്തൊക്കെ നിന്നിങ്ങനെ തൊട്ടൊക്കെ നോക്കി. എനിക്കത് കണ്ടിട്ട് സത്യം പറയലോ അത് എടുത്തിട്ട് പോകാൻ തോന്നി. അത്രയ്ക്ക് ഇഷ്ടമായി. ഭയങ്കര രസമുള്ള ബോൺസായി ആയിരുന്നു. കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല പച്ച നിറത്തിൽ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു കിളിയുടെ കൂട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെയുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റി കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ വാങ്ങിച്ച് വെക്കാം. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറേ വെറൈറ്റി പെയിൻറ്റിങ്സൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമായിരുന്നു. പക്ഷേ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. എന്താ പറയുക, ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു എന്നൊക്കെ പറയുന്ന കൂട്ടായിപ്പോയി. ഒത്തിരി ചെടികൾ, ഒത്തിരി പൂക്കളുള്ള, ഒത്തിരി എന്താ പറയുക വെറൈറ്റി. ഇത് കണ്ടോ, 1992 സർപ്പക്കാവിലെ ആൽമരമാണ് ബോൺസായി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള ഒരുപാട് 10, 30, 40 വർഷമൊക്കെ പഴക്കമുള്ള ഒരുപാട് ബോൺസായിസാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു മരങ്ങളായിട്ട് കണ്ടോ, ഭയങ്കര രസമല്ലേ കാണാൻ.
ഇതൊരു മാവാണ് കേട്ടോ. അത് ആ ഒരു ചീളൊക്കെ ഇട്ട് പാറച്ചീളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒരുപാട് ബോൺസായിസ് ഉണ്ട്. ബോൺസായിൻ്റെ വലിയൊരു കളക്ഷനാണ്. പിന്നെ കുറേ ടയർഡായപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവിടെ റെസ്റ്റ് ചെയ്തു. അത്യാവശ്യം നല്ല വെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നടന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു റോസസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരുപാട് റോസ് ഉണ്ട്. ശരിക്കും നല്ല മണം ഉണ്ടായിരുന്നു. കുഞ്ഞു റോസാണ്, വൈറ്റ് റോസ്, റെഡ് റോസ്. അതിൽ ഞാൻ വളരെ വെറൈറ്റി ആയിട്ട് കണ്ടതാണ് കുഞ്ഞ് വളരെ ചെറിയ റോസ്. ഇത് കണ്ടോ, റെഡ് റോസ്. അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറേ കണ്ടു. എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഒത്തിരി നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ കരുതി അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കുറച്ച് നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.